സൂപ്പറായി വന്നു. അടിപൊളി ಅಂಗಡಿ ತರ ಅಲ್ವಾ? ಸೂಪರ್. ഓ ഒരു അങ്കടി ഇടാന് എക്സ്പെർട്ട് ಸಾಕಾ? ರೌಂಡ್ ಚಕ್ಲಿ ഡിസൈൻ ಮಾಡ್ತಾ ഓ ഓ ഓ ആ നമ്മുടെ ഈ വട്ടം മുറുക്കൊക്കെ പോലെ വരില്ലേ? ഷോപ്പിലൊക്കെ കിട്ടില്ലേ? ಮೀಡಿಯಂ ಫ್ಲೇಮ್ನಲ್ಲಿ ಎಣ್ಣೆ ಕಾಯಿಸ್ಬಿಟ್ಟು ಮೀಡಿಯಂ ಫ್ಲೇಮ್ನಲ್ಲಿ ಮಾಡಬೇಕು. ಅಲ್ಲಾಂದ್ರೆ ಇದು ಸೀದೋಗ್ಬಿಡುತ್ತೆ. ನಮ್ಮ ಫೇಸ್ ಕೂಡಿ ಬೇಕಿತ್ತು ಅದಕ್ಕೆ ನೋಡಿ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും നമ്മൾ കന്നഡ ചേച്ചിയുടെ കുക്കിംഗ് വീഡിയോ ആയിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുറുക്ക് ഉണ്ടാക്കാൻ നോക്കിയിട്ട് മുറുക്കിൻ്റെ ചില്ല് കാണാണ്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ, പകരം മിക്സ്ചറാണല്ലോ ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ സക്സസ്ഫുള്ളി ആ ചില്ല് കണ്ടെത്തി. അങ്ങനെ ചേച്ചി പറഞ്ഞു ഇപ്രാവശ്യം നമുക്ക് കർണാടക സ്പെഷ്യൽ ബട്ടർ മുറുക്ക് ഉണ്ടാക്കാമെന്ന്. ഈ ബട്ടർ മുറുക്ക് ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് അരിപ്പൊടിയും കുറച്ച് ചിരൊട്ടി റവയാണ്. ചിരൊട്ടി റവ നമ്മുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പം നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസിന്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് ഓഫ് ചിറോട്ടി റവയാണ് എടുക്കണമെങ്കിൽ അതിന് 2 കപ്പ് ഓഫ് വെള്ളം പ്ലസ് 2 കപ്പ് ഓഫ് അരിപ്പൊടി, അതാണ് മെയിൻ കണക്ക് കേട്ടോ. പിന്നെ ബട്ടർ വേണം. നമ്മളൊരു 100 ഗ്രാം ബട്ടർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ നന്ദിനിയുടെ ബട്ടറാണ് വാങ്ങിയത്. യൂഷ്വലി അമ്മൂമ്മ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് ബട്ടർ, പക്ഷെ നമ്മുടെ വീട്ടിലെ ബട്ടർ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ നന്ദിനിയുടെ ബട്ടർ വാങ്ങിയിട്ട് 200 ഗ്രാമിന്റെ ബട്ടർ വാങ്ങിയിട്ട് അതിന് 100 ഗ്രാം ആണ് എടുത്തത്. അപ്പൊ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ 1 കപ്പ് ഓഫ് വെള്ളം ഒഴിക്കുക. അത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിൽ 1 കപ്പ് ഓഫ് ചിറോട്ടി റവ ഇടണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അത് പെട്ടെന്ന് തന്നെ കട്ടയാവും. അതിനുശേഷം അത് പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് അതിൽ 2 കപ്പ് ഓഫ് അരിപ്പൊടിയും നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാട് ആയി പോകരുത്, പെട്ടെന്ന് ആ ടേസ്റ്റ് മാറിപ്പോവും കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ ഈ മുറുക്കിന് സ്പൈസിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്തുന്നത് കുരുമുളക് പൊടിയാണ്, അതും കുറച്ച് മതി. പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. അത് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. ആദ്യം ചേച്ചി ഈ ഒരു കയ്യിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത്. അതിന് ശേഷം ആ ചൂടൊന്ന് കുറച്ച് മാനേജബിൾ ആയപ്പോൾ കൈ കൊണ്ട് നല്ലപോലെ കുഴച്ച് ഭയങ്കര സോഫ്റ്റ് പരുവാക്കി എടുത്തു മാവിന്. ഈ മാവ് കുഴയ്ക്കുന്നതിലാണ് നമ്മുടെ മുറുക്കിന്റെ ഔട്ട്പുട്ട് ഇരിക്കുന്നത് കേട്ടോ. കാരണം ഒരുപാട് വെള്ളം ചേർത്താൻ പാടില്ല, കുറച്ച് വെള്ളം ചേർത്തിട്ടേ കുഴയ്ക്കാൻ പാടുള്ളൂ. ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് വെള്ളമായി പോകും, നമുക്ക് പീച്ച് കഴിഞ്ഞാൽ ശരിക്കും വരില്ല കേട്ടോ. അപ്പം നമ്മളെടുത്ത ചില്ല് സ്റ്റാറിൻ്റെ ആയിരുന്നു, 3 സ്റ്റാറുള്ള ചില്ലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ചേച്ചി എന്ത് ചെയ്തു വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ എണ്ണ തേച്ചിട്ട് മാവ് കുറച്ച് ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് പീച്ചാൻ പോവാണ് കേട്ടോ. ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയി, നമ്മൾ ഇതിൻ്റെ കൂടെ വെളുത്ത എള്ളും കൂടി ഇടുന്നുണ്ട് കേട്ടോ. കറുത്ത എള്ളിട്ട് കഴിഞ്ഞാൽ കളറ് മാറിപ്പോന്ന് ചേച്ചി പറഞ്ഞു. അത് കാരണം ഫുൾ ഒരു വെള്ള കളറിൽ മുറുക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ള എള്ളാണ് ഇടുന്നത്. നമ്മളിപ്പോൾ ഇവിടെ 2 രീതിയിലാണ് മുറുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് നീളത്തിലുള്ള മുറുക്ക്, പിന്നെ ഒന്ന് വട്ട മുറുക്ക് കേട്ടോ. നമുക്ക് ബേക്കറിയിൽ 2ഉം കിട്ടുമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് നീളത്തിലുള്ള മുറുക്കാണ്. അപ്പോൾ നമ്മൾ 3 സ്റ്റാറുള്ള ചില്ലിലാണ് വെച്ച് പീച്ചുന്നത്. അപ്പം നല്ല അടിപൊളിയായിട്ട് 3 ലെയറുള്ള മുറുക്ക് കിട്ടും കേട്ടോ. ഇത് ഇങ്ങനെ ഇരിക്കും. ഇത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ വേറെ ലെവലാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കി. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഇതിനേക്കാളും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് വട്ടമുറുക്ക്. അപ്പം നമ്മൾ ഇത് കുറച്ച് ഉണ്ടാക്കി, പക്ഷെ കൂടുതലായിട്ടും വട്ടമുറുക്കാണ് ഉണ്ടാക്കിയത്. ഞങ്ങളിപ്പോൾ വീട്ടിൽ കുക്കിങ്ങിനെല്ലാം പാം ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വറക്കാൻ വേണ്ടി ഞാൻ ചേച്ചിയോട് പറഞ്ഞു നമുക്ക് വെളിച്ചെണ്ണയിൽ വറക്കാം, കാരണം നമുക്കൊരു കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ ചേച്ചി പറഞ്ഞു വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, അത് കാരണം വെളിച്ചെണ്ണ നമുക്ക് താങ്ങില്ല, നമുക്ക് പാം ഓയിൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, പാം ഓയിലെങ്കിൽ പാം ഓയിൽ, നമുക്ക് സാധനം കിട്ടിയാൽ മതിയല്ലോ. 4-5 മാസം മുന്നേ വരെ നമ്മൾ റെഗുലർ ആയിട്ട് സൺഫ്ലവർ ഓയിൽ ആയിരുന്നു യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ എന്താ ഒരു തെറ്റെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് റീസെൻ്റ് ആയിട്ടാണ് അത് കണ്ടെത്തിയത്. നമ്മൾ പാത്രം കഴുകിയാലും അതിൻ്റെ ഒരു മഞ്ഞ കളറ് പോകുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് തന്നെ കുറച്ച് പേടിയായി തുടങ്ങി, കാരണം ഇതിങ്ങനെ പാത്രത്തിലേ ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ അകത്ത് പോയാലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചിട്ട് നമ്മൾ അത് മെല്ലെ മാറ്റിയിട്ട് പാം ഓയിലേക്ക് സ്വിച്ച് ചെയ്തു കേട്ടോ. പാം ഓയിൽ വലിയ കുഴപ്പമില്ല, എല്ലാ എണ്ണകളും കണക്കാണ്, എന്നാലും ഉള്ളയിൽ മെച്ചെന്ന് പറയാം. ചേച്ചി വട്ടമുറുക്ക് പീച്ചണത് കണ്ടിട്ട് അമ്മയ്ക്കും ഒരു ഇൻട്രസ്റ്റ് ആയിട്ടോ. അങ്ങനെ അമ്മ പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് കിട്ടില്ല, വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടെന്ന്. അങ്ങനെ അമ്മയ്ക്കൊരു വാശിയായിട്ടോ, എന്താ ഞാൻ ചെയ്താൽ കിട്ടില്ല എന്നുള്ള രീതിയിലായി. അമ്മ ചെറിയൊരു നാഗവല്ലിയായി മാറി. അങ്ങനെ അമ്മ പീച്ചി നല്ല അടിപൊളിയായി വന്നു കേട്ടോ.
ഞാനും പീച്ചി നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഇത് അത്യാവശ്യം നല്ല ടൈം എടുത്തു നമുക്ക് ഈ മുറുക്ക് ഉണ്ടാക്കി കഴിയാൻ വേണ്ടിയിട്ട്. ഏകദേശം 2 മണിക്കൂർ എടുത്തു നമുക്ക് ഈ നീള മുറുക്കും വട്ടമുറുക്കും കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കിട്ടിയിട്ടോ. അങ്ങനെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ബേക്കറി പോയി നമ്മൾ ഇത്രയും മുറുക്ക് വാങ്ങുകയാണെങ്കിൽ ചുരുങ്ങിയതൊരു 350 രൂപ കൊടുക്കണമെന്ന്. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടാൽ എന്ത് വേണം ഗൈസ്, നല്ല അടിപൊളി ഹോം മെയ്ഡ് മുറുക്ക് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ചാ ചാ.